സർ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ആ സ്വാതന്ത്ര്യദിന ചടങ്ങിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്ന ജവഹർലാൽ നെഹ്റു അദ്ദേഹം പോകാനൊരുങ്ങുന്നത് ഒരു ബംഗ്ലാവിൽ നിന്നാണ്. ഒരു വിപുലമായ വലിയ ഹൗസ്. ആ വീട് ഇപ്പോൾ കൈവിട്ടു. ബംഗ്ലാവ് ഇപ്പോൾ കൈവിട്ടു പോകുന്നു. കാരണം ഇത്തരം ബംഗ്ലാവ് അല്ലെങ്കിൽ ഇത്തരം വീടുകൾ എന്നൊക്കെ പറയുന്നത് ചരിത്രപരമായിട്ട് ഒരുപാട് പ്രാധാന്യമുള്ളതാണ്. ഇതെങ്ങനെയായിരിക്കും കൈവിട്ടു പോവുക? അതായത് ഈ 17 യോർക്ക് റോഡ് എന്ന് പറയുന്നത് 17 യോർക്ക് റോഡ് എന്ന് പറഞ്ഞാൽ ഈ ബംഗ്ലാവിനെ പറ്റി ധാരാളം കഥകൾ പല ചരിത്ര പുസ്തകങ്ങളിലും ഞാൻ വായിച്ചിട്ടുള്ളതാണ്. നമ്മുടെ രാമചന്ദ്ര ഗുഹയുടെ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന് പറഞ്ഞ അവസാനത്തെ പുസ്തകത്തിൽ, മറ്റേ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റിലുമൊക്കെ മറ്റേ നെഹ്റുവിനെ ചെങ്കോൽ ധരിപ്പിക്കുന്ന മുഹൂർത്തമൊക്കെ കണ്ട ബംഗ്ലാവാണ് ഈ 17 യോർക്ക് റോഡ് എന്ന് പറയുന്നത്. അപ്പം നെഹ്റു മറ്റേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രസംഗം നടത്താൻ പോകുന്നതുമൊക്കെ ഈ വീട്ടിലെ ചടങ്ങുകൾക്ക് ശേഷമാണ് പോകുന്നത്. അദ്ദേഹം 1946 തന്നെ ഇടക്കാല പ്രധാനമന്ത്രിയായി. അപ്പം താമസിക്കുന്നത് ഈ 17 യോർക്ക് റോഡിലാണ്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ സ്വാതന്ത്ര്യദിനം 47 ഓഗസ്റ്റ് 14 പാതിരയ്ക്ക് അല്ലേ, അഭിജിത്ത് മുഹൂർത്തമൊക്കെ നോക്കി ആണല്ലോ. അഭിജിത്ത് മുഹൂർത്തമൊക്കെ നോക്കി ജ്യോത്സ്യന്മാർ ഗണിച്ച സമയമാണെന്നൊക്കെ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റിലൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആകുന്നവരെ ബജറ്റ് അവതരിപ്പിച്ചിരുന്നത് വൈകുന്നേരമല്ലേ. അതെ. എന്ന് പറഞ്ഞാൽ ബ്രിട്ടനിൽ അവർക്ക് അങ്ങനെ രാവിലെ നന്നായിട്ട് കാണാവുന്ന വിധത്തിൽ എന്നുള്ള മട്ടില്ലേ. അപ്പോൾ പാതിരയ്ക്ക് ഇവിടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുമ്പോൾ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി പ്രസംഗമൊക്കെ പാതിരയ്ക്ക് വെച്ചത് ബ്രിട്ടനിലെ മുതലാളിമാര് അവർക്ക് സൗകര്യത്തോടു കൂടി കാണാം എന്ന് കൂടി, അവർക്ക് സൗകര്യപ്രദമായ ഒരു സമയം കൂടി നോക്കി നിശ്ചയിച്ചതാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. മൗണ്ട് ബാറ്റനും ഒക്കെ നിശ്ചയിച്ചത് അങ്ങനെയായിരിക്കും. അല്ലാതെ മൗണ്ട് ബാറ്റൻ ജ്യോത്സ്യം നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ 17 യോർക്ക് റോഡ് വാടകയ്ക്ക് അന്ന് നെഹ്റുവിന് കൊടുത്തിരുന്ന ബംഗ്ലാവാണ്. ആ ബംഗ്ലാവ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഉടമകൾ രാജസ്ഥാൻ രാജകുടുംബത്തിലുണ്ടായിരുന്ന ആളുകളാണ്. അത് ഒരു മധ്യരാജാവിന്, ഒരു അബ്കാരി കിങ്, അബ്കാരി ഡോൺ എന്നൊക്കെ പറയില്ലേ, ലിക്കർ ഡോൺ, അങ്ങനെ ഒരാൾക്ക് 1100 കോടി രൂപയ്ക്ക് വിറ്റു എന്നാണ്. അവസാനത്തെ ഇതൊക്കെ ഒപ്പുവെക്കാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ പത്രത്തിൽ പരസ്യം ചെയ്തിട്ടുണ്ട്. ഇതിൽ വേറെ ആർക്കെങ്കിലും അവകാശം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മതിയായ രേഖകളോടുകൂടി ഞങ്ങളെ സമീപിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ പരസ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ വിവരം പുറത്തു ആകുന്നത്. ഇത് ലൂട്യൻ ബംഗ്ലോ എന്ന് പറയും, ലൂട്യൻസ് ഡൽഹി, എഡ്വിൻ ലൂട്യൻസ് അല്ലേ ഡൽഹി ആർക്കിടെക്റ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്തുമൊക്കെ പണിത ബംഗ്ലാവുകളാണിത്. ഇന്ത്യയിലെ ഏറ്റവും ചെലവേറിയ ഭവന ഇടപാടാണ്. ഒരു 750 കോടി രൂപയുടെ ഒരെണ്ണം മുംബൈയിൽ അടുത്ത കാലത്ത് നടന്നിരുന്നു. ഇത് 1100 കോടി രൂപ. ഇന്ത്യയിലെ ഏറ്റവും ചെലവ് കൂടിയ ഭവന ഇടപാട് ആണ് ഇത്, വീട് വിൽപ്പന. ഇത് ഇപ്പോൾ ഈ 17 യോർക്ക് റോഡ് എന്ന് പറയുന്നത് ഇപ്പം മോട്ടിലാൽ നെഹ്റു മാർക്ക് എന്നാണ് പേര് ഇപ്പം മാറ്റിയിരിക്കുന്നത്. അപ്പോൾ 1946 ഇടക്കാല സർക്കാരിൽ പ്രധാനമന്ത്രി ആയത് മുതൽ 1948 തീൻമൂർത്തി ഹൗസിലേക്ക് മാറുന്നത് വരെ ഇവിടെയാണ് നെഹ്റു താമസിച്ചിരുന്നത്. അപ്പോൾ രാജസ്ഥാനിലെ രാജകുടുംബാംഗങ്ങളായ രാജകുമാരി കക്കർ, ബീന റാണി, അവരാണ് ഇതിൻ്റെ ഉടമകൾ. ഈ യോർക്ക് റോഡിലെ ബംഗ്ലാവിൻ്റെ ഉടമകൾ. അപ്പോൾ അതിൻ്റെ അന്ത്യഘട്ടത്തിലാണ്. അവകാശികൾ ഇനി തെളിയിക്കാനായിട്ട് 1-2 ദിവസം കൂടിയേ ഉള്ളൂ, വേറെ അവകാശികൾ ഉണ്ടെങ്കിൽ. കാരണം ഇങ്ങനത്തെ ഒരു ഡീല് നടക്കുമ്പോൾ അങ്ങനത്തെ പരസ്യം ചെയ്തിട്ടൊക്കെ വേണമല്ലോ, അതല്ലാതെ വേറെ ഉടമ ഉണ്ടായിട്ടല്ല. ഇത് 3.7 ഏക്കർ 14,973 ചതുരശ്ര മീറ്റർ, അതായത് 24,000 ചതുരശ്ര അടി ആണ്. 24,000 ചതുരശ്ര അടിയാണ് ഇതിൻ്റെ ബിൽട്ടപ്പ് ഏരിയ. ഈ വീട്, ഈ ബംഗ്ലാവ്, ഹോട്ടൽ താജ് മാൻസിംഗ് ഉണ്ടല്ലോ ഡൽഹിയിൽ, ഞാൻ താമസിച്ചിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ അതിൻ്റെ നേരെ എതിർവശത്തുള്ള
ഈ ബംഗ്ലാവ് ഇതാണെന്നുള്ളത് അന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായിരുന്നില്ല. ഹോട്ടൽ താജ് മാൻസിംഗിൻ്റെ നേരെ എതിർവശത്താണിത്. 3 നില ആണ്. 1912-നും 1930-നും ഇടയിൽ ആർക്കിടെക്ട് എഡ്വിൻ ലുട്യൻസ് പണിത ബംഗ്ലാവാണ് ഇത്. അപ്പം മുമ്പ് ഇത് വാടകയ്ക്ക് കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് ഇത് ഒഴിഞ്ഞു കിടന്നു. ഈ മേഖലയിൽ ഏതാണ്ട് 3000 ബംഗ്ലാവുകളുണ്ട്. മന്ത്രിമാര്, ജഡ്ജിമാര്, സർക്കാർ ഉദ്യോഗസ്ഥര് തുടങ്ങി വലിയ ധനികരുടെ ഒക്കെ ഒരു 600 ബംഗ്ലാവുകൾ ഈ മേഖലയിലുണ്ട്. അപ്പോൾ 1 വർഷമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ വിൽപ്പനയുടെ ചർച്ച മദ്യവ്യവസായിയായിട്ട് 1400 കോടി രൂപ ഈ ഉടമകൾ ചോദിച്ചിരുന്നു. അതാണിപ്പോൾ 1100 കോടിയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈ 17 ന്യൂയോർക്ക് റോഡ് ആ ബംഗ്ലാവിൻ്റെ നമ്പറൊക്കെ വേറെയാണ്. പ്ലോട്ട് 5 ബ്ലോക്ക് 14 മോട്ടിലാൽ നെഹ്റു മാർഗ് എന്നാണ് അതിൻ്റെ ഇന്നത്തെ വിലാസം. അപ്പോൾ ഈ മഹാരാഷ്ട്രയിൽ മുംബൈയിൽ വർളിയിൽ ഈ വർഷം ലീന തിവാരി, അതായത് അവർ വാങ്ങിച്ച ഒരു വീട്, അതാണ് ഇതിന് മുമ്പത്തെ 703 കോടി രൂപയുടെ കച്ചവടമാണ് നടന്നത്. ലൂത്ര ആൻഡ് ലൂത്ര ലോ ഓഫീസസ് എന്ന് പറഞ്ഞ നിയമ സ്ഥാപനമാണ് ആ കാര്യത്തിൽ പരസ്യം ചെയ്തിരുന്നത്. പൊതുജനങ്ങൾക്ക് വേണ്ടി അവകാശികളുണ്ടെങ്കിൽ വരണം എന്ന് പറഞ്ഞത്. ലീല ഗാന്ധി തിവാരി എന്ന് പറഞ്ഞ ആ സ്ഥലം ബംഗ്ലാവ് മേടിച്ചവർ USV എന്ന് പറഞ്ഞ വലിയ മരുന്ന് കമ്പനിയുടെ ഉടമയാണ് അവർ. USV ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ പ്രസിഡൻ്റാണ് അവർ. ഈ കടലോരത്തുള്ള 2 ഡ്യൂപ്ലെ അപ്പാർട്ട്മെൻറ്റ്സ് ചേർന്നതാണ് ഈ കച്ചവടം നടന്നത്. 2 അപ്പാർട്ട്മെൻറ്റുകൾ ഡ്യൂപ്ലെ എന്ന് പറഞ്ഞാൽ താഴെ ഒരു ഫുൾ ഇല്ലേ അപ്പാർട്ട്മെൻറ്റ്, മുകളിലും അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ വർളിയിൽ ഇതിന് ആ അപ്പാർട്ട്മെൻറ്റുകൾക്ക് 639 കോടി രൂപയായിരുന്നു വില കണക്കാക്കിയത്. പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഉൾപ്പെടെ 703 കോടി രൂപയാണ് വരുന്നത്. ചതുശ്ര അടിക്ക് 3 ലക്ഷം രൂപ. അങ്ങനെ ഈ 17 യോർക്ക് റോഡ് വളരെ ചരിത്രം ഉള്ള ബംഗ്ലാവാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അവിടെയാണ് നെഹ്റു ചെങ്കോൽ പിടിച്ചുകൊണ്ടുള്ള ഒരു കിരീടധാരണം നടന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗണ്ട് ബാറ്റൻ അന്ന് ചോദിച്ചു, ഞങ്ങൾ അങ്ങോട്ട് അധികാരം കൈമാറുകയാണല്ലോ, അപ്പൊ അധികാരം കൈമാറുമ്പോൾ അതിനൊരു പ്രതീകം വേണ്ടേ, ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് തരണ്ടേ, ഇതാ കൈ പിടിച്ചോ അധികാരം. അപ്പോൾ നെഹ്റുവിന് ഇത് അറിയില്ലായിരുന്നു. നെഹ്റു അപ്പോൾ രാജാജിയെ, സി രാജഗോപാലാചാര്യയെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ രാജഗോപാലാചാര്യാണ് ഈ ആശയം വെച്ചത്. ചോളന്മാരുടെയൊക്കെ ഭരണകാലത്തുമൊക്കെ ചേരചോള ഈ അധികാരം ദണ്ടില്ലേ കൈമാറുമായിരുന്നു. ഇങ്ങനെ ചെങ്കോൽ കൈമാറിയിട്ടാണ് അങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ എന്നിട്ട് രാജഗോപാലാചാരി തിരുവാടുതുറൈ അധീനം, അത് ഈ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകളുടെ മഠം ആണത്, ആത്മീയ മഠം, ബ്രാഹ്മണ മഠമൊന്നുമല്ല. അവിടെ തഞ്ചാവൂരിൽ തിരുവാടുതുറൈ അധീനത്തിൽ പോയിട്ട് കൺസൾട്ട് ചെയ്തു. അപ്പം ഇങ്ങനെ ചെയ്യാമെന്ന് അവിടുത്തെ മഠാധിപതി പറഞ്ഞു. 5 അടി ഉയരമുള്ള ചെങ്കോൽ ഉമ്മടി ബംഗാരു ചെട്ടി ജ്വല്ലേഴ്സ് ആണ് ഉണ്ടാക്കിയത് അന്ന്. അപ്പോൾ മഠാധിപതി ഒരു ഉപകർമ്മിയെ അയച്ചു. നാദസ്വരം, ഘോഷയാത്രയ്ക്ക് നാദസ്വരം വേണമല്ലോ. ഒരു ഉപകർമ്മി, നാദസ്വര വിദ്വാൻ എല്ലാം കൂടി പ്രത്യേക വിമാനത്തിൽ ചെന്നൈയിൽ നിന്ന് അന്ന് ഡൽഹിക്ക് പോയി. ഒരു ഗായകനും ഉണ്ടായിരുന്നു, മന്ത്രമൊക്കെ ചൊല്ലാനും ഒക്കെ ആയിട്ട്. അപ്പോൾ മൗണ്ട് ബാറ്റൻ നെഹ്റുവിനോട് ആലോചിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ചെങ്കോല് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഘോഷയാത്രയായിട്ടാണ് ഈ 17 ന്യൂയോർക്ക് റോഡ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അമ്പലവാണ ദേശിക സ്വാമികൾ എന്നാണ് ഈ തിരുവാടുതുറൈ അധീനത്തിൻ്റെ മഠാധിപതിയുടെ പേര്. അദ്ദേഹമാണ് ഉപകർമ്മിയെ, ഡെപ്യൂട്ടിയെ അയച്ചത്. ഘോഷയാത്രയിൽ ഒരു മഞ്ഞ വസ്ത്രത്തിൽ ചെങ്കോല് പൊതിഞ്ഞിരുന്നു, വെള്ളിത്താലവും ഒക്കെ ഉണ്ടായിരുന്നു. ഓരോ 15 മിനിറ്റ് എത്തുമ്പോഴും ഈ ഘോഷയാത്ര നിൽക്കുമായിരുന്നു. നഗരപ്രദക്ഷിണമാണ് ഡൽഹിയിൽ. നാദസ്വരം അവിടെ 15 മിനിറ്റ് വായിക്കും. ഘോഷയാത്രയുടെ മുമ്പിലാണ് നാദസ്വര വിദ്വാൻ.
സ്ത്രീകൾ മന്ത്രങ്ങൾ ഉരുവിടും. ഈ 17 യോർക്ക് റോഡ് ബംഗ്ലാവ്, യോർക്ക്ഷയർ അല്ല, യോർക്ക് റോഡ് ബംഗ്ലാവിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ പൂജാരിമാർ നെഹ്റുവിൻ്റെ മുഖത്ത് തീർത്ഥം തെളിച്ചു. അത് കഴിഞ്ഞ് മറ്റേ ഭസ്മം തഞ്ചാവൂരിൽ നിന്ന് കൊണ്ടുവന്നത് ഇയാളുടെ നെറ്റിയിൽ, നെഹ്റുവിൻ്റെ നെറ്റിയിൽ തൊട്ടു. പിന്നെ മഞ്ഞ വസ്ത്രം ഉടിപ്പിച്ചു, പീതാംബരം. അത് കഴിഞ്ഞ് ചെങ്കോല് പിടിപ്പിച്ചു. തഞ്ചാവൂരിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദം നടരാജ ക്ഷേത്രത്തിൽ നിന്നുള്ളത് അണിയിച്ചു. എന്നിട്ട് ഈ യോർക്ക് റോഡ് ബംഗ്ലാവിൻ്റെ വളപ്പിൽ ഒരു യജ്ഞാഗ്നി കത്തിച്ചു, യജ്ഞം നടത്തി. വാഴത്തണ്ടുകളുമൊക്കെ ഉണ്ടായിരുന്നു ചുറ്റും. അത് കഴിഞ്ഞിട്ട് ആണ്, അതായത് ഈ മതപരമായ ഈ ചടങ്ങ് കഴിഞ്ഞ് 15 മിനിറ്റ് ശേഷിക്കെ ആണ് പാർലമെൻറ്റിലേക്ക് നെഹ്റു പോകുന്നത്. അങ്ങനെയുള്ള ഒരു ബംഗ്ലാവാണ് 17 യോർക്ക് റോഡ്. അതാണിപ്പോൾ മധ്യരാജാവ്, ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട മധ്യരാജാവ് വാങ്ങുന്നത്. ആ മധ്യരാജാവ് ആരാണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടില്ല. സംഗതി കഴിയുമ്പോൾ വെളിപ്പെടുമായിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ നെഹ്റുവുമായി ബന്ധപ്പെട്ടൊരു പൈതൃക കഥ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചരിത്രപരമായിട്ട് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ബംഗ്ലാവാണ് അല്ലേ? അത് ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് താമസിച്ചപ്പോഴും എനിക്ക് അറിയില്ലായിരുന്നു പറഞ്ഞു. ഇപ്പോൾ ഇത് അറിയുമ്പോൾ ഇത് കാണാൻ, അല്ലെങ്കിൽ ഇനി അവിടേക്കൊന്ന് താമസിക്കാൻ പറ്റുമോ എന്നൊക്കെ അന്വേഷിക്കാനൊക്കെ ഒരുപാട് പേര് അല്ലേ, തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർ പോകാൻ സാധ്യതയില്ലേ? വേണമെങ്കിൽ ഒരു സ്മരണ എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ പാർലമെന്റിൽ വെച്ചിരിക്കുന്ന ചെങ്കോലില്ല, അതും ഇങ്ങനെ ഊരിയെടുക്കാവുന്ന വിധത്തിലല്ലേ ചെയ്തിരിക്കുന്നത്. അതൊന്നുകൂടി ഊരിയെടുത്ത് പാർലമെന്റിൽ നിന്ന് തിരിച്ച് ഈ കച്ചവടം നടക്കുന്ന ദിവസം ഈ 17 യോർക്ക് റോഡിലേക്ക് ഒരു യാത്രയും കൂടി ആകാവുന്നതാണ് അല്ലേ? അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.